നമ്മളിവിടെ കൂടിയിരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു 99% ആളുകളും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ആളുകളാണ്, അല്ലെ? ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ആളുകളൊന്ന് കൈയെടുത്തു, സാധാരണയായിട്ട്, അല്ലെ? ശരി, കൈ താഴ്ത്തിക്കുക. എനിക്ക് തോന്നുന്നു 99.9% ക്ഷേത്ര ദർശനം നടത്തുന്ന ആളുകളാണ്. ഈശ്വരനാണ് നമ്മളൊക്കെ അനുഗ്രഹിക്കുക, അല്ലെ? ശരിയല്ലേ? ആ ഈശ്വരന്റെ അനുഗ്രഹം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പോയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതിയോ? പോരാ, അല്ലേ? എൻ്റെ നാട്ടിലെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ അമ്മ സ്ഥിരമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കും. ഈ സുഹൃത്താണെങ്കിൽ താന്തോന്നി കളിച്ച് കോളേജിൽ നടക്കുന്ന കാലം, ഹോമിയോ ഡോക്ടറാവാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെയും കുറച്ച് സുഹൃത്തുക്കള് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ശാന്തിയായിട്ടുണ്ട്. അപ്പൊ ഈ അമ്മ ദിവസവും വന്നിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും, ഗുരുവായൂരപ്പ എൻ്റെ മകനെ പരീക്ഷ പാസ്സാക്കി കൊടുക്കണേ എന്നും പ്രാർത്ഥിക്കും. അവസാനം ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായിട്ടുള്ള കീഴ്ശാന്തി ഇത് ദിവസവും കാണുകയാണ്. അപ്പൊ അവനറിയാം ഈ മകൻ കളിച്ച് നടക്കുന്ന വിവരങ്ങളൊക്കെ. അവസാനം അവൻ അമ്മയോട് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഒരു കാര്യം ചെയ്യൂ, ആദ്യം മകനോടൊന്ന് പോയിട്ട് പരീക്ഷ എഴുതാൻ പറയൂ, എന്നാലല്ലേ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കുക. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മിക്കവാറുമുള്ള അവസ്ഥ എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷേ നമ്മൾ പ്രവർത്തിക്കാറില്ല. നമ്മുടെ ധാരണയില് ഈശ്വരൻ വന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ശംഖുചക്ര ഗദാധാരിയായിട്ടൊക്കെ വന്ന് പ്രത്യക്ഷപ്പെട്ട് നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ്, അല്ലെ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്തുണ്ടെങ്കിലേ നമ്മൾ ഈ പുറകിൽ വെച്ചിട്ടുള്ള ഫോട്ടോയിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്, അല്ലെ? എന്താണ്? പാഞ്ചജന്യം വിളിച്ചു നിൽക്കുന്ന, അല്ല, ആ ശംഖൂതി നിൽക്കുന്ന ഭഗവാനെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? ആ ഭഗവാൻ അർജുനനോട് എന്താ പറഞ്ഞത്? അർജുന, നീ നിന്റെ കർത്തവ്യമായിട്ടുള്ള യുദ്ധം ചെയ്യൂ, ഞാൻ നിനക്ക് സാരഥിയാകാമെന്നാണ് പറഞ്ഞത്, അല്ലെ? അർജുനൻ യുദ്ധം ചെയ്യില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കൃഷ്ണൻ സാരഥിയായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, അല്ലെ? ആ അർജുനനോട് ആദ്യമായിട്ട് ഭഗവത്ഗീതയിൽ ആദ്യമായിട്ട് ഭഗവാൻ ഉപദേശിച്ചത് എന്താണെന്നറിയോ? ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം എന്താ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, അല്ലെ? ആ യുദ്ധം പോലും നടന്നത് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ആ യുദ്ധം നടക്കുന്ന ഭൂമിയെ ധർമ്മക്ഷേത്രം എന്നാണ് വിളിച്ചതല്ലേ? ഈ ഭാരതത്തിലാണ് ആ ധർമ്മയുദ്ധം നടന്നത്. അവിടെ തന്റെ മമത്വം കൊണ്ടും അഹങ്കാരം കൊണ്ടും ക്ഷീണിതനായ അർജുനനോട് അർജുനൻ ഒരുപാട് ചോദ്യങ്ങള് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, അല്ലെ? നമ്മളൊക്കെ അർജുനന്മാരാണെന്ന്, നമ്മളൊക്കെ ഒട്ടേറെ വിഷയങ്ങളിലെ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും നമുക്ക് കൃത്യമായ തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കാതെ വരുന്നത്. ആ അർജുനനോട്
ഭഗവാൻ ആദ്യം പറയുന്ന ഉത്തരം, ആ ശ്ലോകം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ക്ലൈഭ്യം മാസ്മഗമ പാർത്ത നൈദത്യുപപത്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തത്തോ തിഷ്ട പരന്ധവാൻ. അല്ലെ, നീ എന്നെ ഭജിച്ചോ പ്രാർത്ഥിച്ചോ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചോളാം, നിന്റെ മുഴുവൻ ശത്രുക്കളെയും ഞാൻ നിഗ്രഹിച്ചോളാം എന്നല്ല ഭഗവാൻ പറഞ്ഞത്. മറിച്ച് നീ നിന്റെ ക്ലൈഭ്യം, ക്ലീഭത്വം, അല്ലെ, നിന്റെ മടി, നിന്റെ അലസത നീ ഉപേക്ഷിക്കൂ. അങ്ങനെയുള്ള അർജുനനാണ് കൃഷ്ണൻ സാരഥിയായിട്ട് വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, 1000 ആണ്ടുകളുടെ അടിമത്തത്തിന്റെ അപമാനവും പേറി നമ്മൾ മുന്നോട്ട് കുതിച്ചപ്പോഴും നമ്മളിപ്പോഴും ഭാരതീയരായിട്ട് തുടരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിലെ നമ്മളെയൊക്കെ നയിക്കുന്ന, അതല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തി, ആ ശക്തി ധർമ്മം എന്നുള്ള പേരില് നമുക്കുള്ളിലൊക്കെ അവതരിച്ചിട്ടുള്ളത് കൊണ്ടാണെന്ന്. അല്ലെ, അതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. എന്ത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എവിടെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, ആ ഗ്ലാനി സംഭവിക്കുന്ന സമയത്ത് ധർമ്മത്തെ ഉയർത്താൻ ഞാൻ അവതരിക്കുമെന്ന്. അല്ലെ, നമ്മൾ വിചാരിച്ചു ഭഗവാൻ ശംഖചക്ര ഗദാധാരിയായിട്ട് വീണ്ടും അവതരിക്കുമെന്ന്. അല്ലെ, ഭഗവാൻ അവതരിക്കുന്നത് ധർമ്മത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ ഓരോരുത്തരുമാണ് ഭഗവാന് വേണ്ടി ആ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത്. കുഞ്ഞുണ്ണി മാഷ് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. അത് കേട്ടപ്പോ എനിക്ക് തോന്നി കുഞ്ഞുണ്ണി മാഷ് ഹിന്ദു ഏകതാ സമ്മേളനത്തിന് വേണ്ടിയിട്ട് എഴുതിയതാണെന്നത്. അല്ലേ, ഇതാണ് ഹിന്ദുക്കളായിട്ടുള്ള നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ഈ ഭാരതം, നമ്മളൊക്കെ സനാതന ധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ വിവര സാങ്കേതിക വിദ്യകളൊക്കെ വിരൽത്തുമ്പിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മൾ സോഷ്യൽ മീഡിയയിൽ സനാതന ധർമ്മം എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകള് ബ്രാഹ്മണിക്കൽ ഹെജിമണി, നമ്പൂതിരി സംബന്ധം, അല്ലെ, അങ്ങനെ 100 കൂട്ടം വാക്കുകളാണ് നമ്മുടെ അതിന്റെ അടിയിൽ കമന്റുകളായിട്ട് വരിക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഒട്ടേറെ അപജയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ അതിനെ നവീകരിച്ച് പുതുക്കി നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാത് സമയത്ത് ഭഗവാൻ ഗുരുക്കന്മാരിലൂടെ അവതരിച്ചിട്ടുണ്ട്. അത് ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി സ്വാമികളാണെങ്കിലും ശുഭാനന്ദ സ്വാമികളാണെങ്കിലും തുടങ്ങി മാതാ അമൃതാനന്ദമയി മുതലേ സത്യസായി ബാബ വരെയുള്ള അത്തരം നിരവധി അനവധിയായിട്ടുള്ള ഗുരുക്കന്മാരിലൂടെ ഈ സനാതന ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് ധൈര്യപൂർവം നമ്മൾ ഇതിന്റെ വക്താക്കളാണ് എന്ന് മനസ്സിലാക്കലും ഈ സനാതന ധർമ്മത്തെ അടുത്ത തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കലുമാണ്. അങ്ങനെ പകർന്നു കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തില് 270 വർഷങ്ങൾക്ക് മുമ്പ് നിന്നുപോയ ആ മഹാമാഗം കേരള കുംഭമേള ഒരു സന്യാസി ആഹ്വാനം ചെയ്ത സമയത്ത് ഈ കേരളത്തിലെ സനാതന ധർമ്മികളൊക്കെ അവിടേക്ക് ഒഴുകി വന്നു എന്നുള്ളതാണ്. അല്ലെ,
സത്യത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിലെ സുവർണ ലിപികളാൽ നമുക്ക് എഴുതി ചേർക്കാവുന്ന നമ്മുടെ ഒരു വിജയത്തിന്റെ അധ്യായമായിരുന്നു കേരള കുംഭമേള. ഇവിടുത്തെ ഭരണകൂടം അത് നടത്തുന്നതിനേക്കാൾ മുമ്പ് നമുക്കൊരു വാറോല തന്നു, അല്ലെ? ഒരു സ്റ്റോപ്പ് മെമ്മോ തന്നു. ആ സ്റ്റോപ്പ് മെമ്മോ തന്ന സമയത്ത് ആ സന്യാസി വര്യൻ പറഞ്ഞത് ആകെ ഒരൊറ്റ കാര്യമുള്ളൂ, ഇത് ഗുരുപരമ്പരകൾ തീരുമാനിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ നടത്തിയിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടത് കേരളത്തിലെ ഹിന്ദു സമാജത്തിന്റെ ഒരു വിരാട രൂപമാണ്. അപ്പൊ എവിടെയാണോ നമുക്ക് സംഘടനാ ശക്തിയുള്ളത്, എവിടെയാണോ നമുക്ക് ധൈര്യമുള്ളത്, എവിടെയാണോ നമുക്ക് വീര്യമുള്ളത്, അവിടെയാണ് യഥാർത്ഥത്തിൽ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ത്യാഗത്തിന്റെ കഥകളോ അതല്ലെങ്കിൽ അതിന്റെ വിശാലമായിട്ടുള്ള ആ മഹത്തായിട്ടുള്ള ഭൂതകാലത്തെ കുറിച്ചോ ഒന്നും നമ്മുടെ മക്കൾക്ക് അറിയുന്നില്ല എന്നതാണ്. നമ്മളെല്ലാവരും പറയും സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത് നശിക്കാത്തതാണ്, ആ നൈരന്തര്യമുള്ളതാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇത് ആചരിക്കുന്ന ഒരു സമൂഹമില്ലെങ്കിൽ ഇതെങ്ങനെ നിലനിൽക്കും? കാരണം ആ സമൂഹത്തെ തകർക്കുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിലെ എല്ലാ കാലഘട്ടത്തിലും ഇവിടേക്ക് ആക്രമിച്ചു കയറിയിട്ടുള്ള എല്ലാ അധിനിവേശക്കാരുടെയും ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് സ്വാമി പറഞ്ഞതുപോലെ പേർഷ്യയിൽ നിന്ന് ആക്രമിച്ചു വന്നവരാണെങ്കിലും ശരി, മുഹമ്മദ് ഗസ്നി ആണെങ്കിലും ശരി, 1126 വെറും 7000 പടയാളികളുമായിട്ട് സോമനാഥ ക്ഷേത്രം, നമ്മുടെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായിട്ടുള്ള സോമനാഥ ക്ഷേത്രം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആ മുഹമ്മദ് ഗസ്നി വരുന്ന സമയത്ത് 50,000-ഓളം ശിവഭക്തന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. എന്താ പറഞ്ഞ, വെറും 7000-ഓളം പടയാളികളുമായിട്ട് ആ ഗസ്നി കടന്നു വരുന്ന സമയത്ത് 50,000-ഓളം ശിവഭക്തരെ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. പക്ഷേ യാതൊരു ചെറുത്തുനിൽപ്പും നടത്താതെ ആ 50,000-ഓളം ശിവഭക്തരും തന്റെ ജീവിതം ഈശ്വരന് വേണ്ടി ഹോമിച്ചു എന്നാണ്. എനിക്കൊരിക്കലും തോന്നുന്നില്ല ആ ഈശ്വരൻ അവരുടെ ജീവാഹുതി സ്വീകരിച്ചിട്ടുണ്ടാവുന്നു. കാരണം എന്താ വെച്ചെങ്കിൽ പൊരുതാൻ പറഞ്ഞ, അധർമ്മത്തിനെതിരെ പൊരുതാൻ പറഞ്ഞ കൃഷ്ണന്റെ നാടാണിത്, അല്ലെ? പക്ഷേ നമ്മൾ പലപ്പോഴും പല വാക്കുകളെയും തെറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. അത്തരത്തിൽ നമ്മൾ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വാക്കാണ് നിഷ്പക്ഷത എന്ന് പറയുന്നത്, അല്ലെ? നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിഷ്പക്ഷം എന്ന് പറയുന്നത്. നിഷ്പക്ഷനായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ തോന്നും വളരെ ലോജിക്കലി നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒന്നാണ് നിഷ്പക്ഷത എന്ന് പറയുന്നത്, അല്ലെ? പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നിഷ്പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷമില്ല. ആകെ 2 പക്ഷമേ ഉള്ളൂ. ഒന്ന് ധർമ്മത്തിന്റെ പക്ഷം, മറ്റൊന്ന് അധർമ്മത്തിന്റെ പക്ഷം. ധർമ്മത്തിനെതിരെ അധർമ്മം വാളോങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ നിഷ്പക്ഷനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അധർമ്മത്തിനാണ് ശക്തി പകരുന്നത്. ധർമ്മവും അധർമ്മവും തമ്മില് പോരാട്ടം നടക്കുന്ന സമയത്ത് നിങ്ങൾ നിഷ്പക്ഷനാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അധർമ്മത്തിനാണ് ശക്തി പകരുന്നത് എന്നുള്ളത്. കാരണം ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ധർമ്മം, മനുഷ്യന്റെ കർമ്മം. അതുകൊണ്ടാണ് ഭാരതം ധർമ്മഭൂമിയായത്, ഇത് യോഗഭൂമിയായത്, ഇത് ത്യാഗഭൂമിയായത്. കാരണം ഇവിടെ അനേകായിരങ്ങൾ നമുക്ക് മുൻപ് ഈ ധർമ്മത്തിന് വേണ്ടി ത്യാഗം അനുഷ്ഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ശിബി ചക്രവർത്തിയുടെ കഥ, അല്ലെ? പക്ഷേ നമ്മളൊക്കെ അത് ഒരുപക്ഷെ ഇതിലിരിക്കുന്ന പലരും സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും ശിബി ചക്രവർത്തിയുടെ കഥ. ഇന്ദ്രനും അഗ്നിയും പ്രാവും പരുന്തുമായിട്ട് വന്ന സമയത്ത് രാജാവിനെ അഭയം പ്രാപിച്ച പ്രാവിനെ
തന്റെ ഭക്ഷണമാണ് എന്ന് പരുന്ത് പറഞ്ഞ സമയത്ത് ആ രാജധർമ്മമാണ് അവിടെ ശിബി ചക്രവർത്തി കാണിച്ചത്. എന്ത്? എന്നെ അഭയം പ്രാപിച്ച ആ പ്രാവിന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. ആ പ്രാവിന് തുല്യമായിട്ടുള്ള മാംസം തന്റെ തുടയിൽ നിന്ന് അറുത്ത് ത്രാസിൽ വെച്ച് നീട്ടിയ ശിബി ചക്രവർത്തിയുടെ നാടാണ് നമ്മുടേത്, അല്ലെ? ആ നാട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? നിങ്ങളൊന്ന് ചിന്തിക്കൂ. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ട സമ്പത്തുകള് സ്വന്തം മക്കളുടെ പേരിൽ വിദേശത്തേക്ക് മാറ്റുന്ന ഭരണാധികാരികളുടെ നാടായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ മാറാൻ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. കാരണം നമ്മൾ ചെയ്യേണ്ട ധർമ്മം നമ്മൾ അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് ധാർമ്മിക ചിന്തയില്ലാത്ത ഭരണാധികാരികൾ ഭരണകൂടങ്ങളിൽ കയറി വരുന്നത്. നമ്മളൊന്ന് ചിന്തിക്കൂ. ഏത് പൂജയിലും പ്രഥമ ഗണനീയനായിട്ടുള്ള ഗണപതി നമ്മെ സംബന്ധിച്ച് നമ്മുടെ എല്ലാം സ്വത്താണെന്ന്, അല്ലെ? ആ ഗണപതിയെ മിത്താണ് എന്ന് വിളിക്കുന്ന ഭരണാധികാരികളുള്ള നാടായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു, അല്ലെ? ക്ഷയാത്രായത ഇത് ക്ഷേത്ര എന്ന് പറയുക. എന്താണ്? സമൂഹത്തെ ക്ഷതങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഭരണാധികാരികളുള്ള നാടായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്, അല്ലെ? ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ഇതിന് വിളിപ്പേരുന്നത്. അതാണ് ഏറ്റവും വലിയ തമാശ. ഈ നാടിനെ സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നിട്ട് ഭ്രാന്താലയം എന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം പറയുന്നുണ്ട്. അദ്ദേഹം തന്റെ പര്യടന സമയത്ത് കൊടുങ്ങല്ലൂരിലെത്തിയ സമയത്ത് ഈ സ്വാമി വിവേകാനന്ദന്റെ വാഹനം ഓടിച്ചിരുന്നത് ഒരു ക്രിസ്ത്യാനിയാണ്. പക്ഷെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഗായത്രി മന്ത്രം ചൊല്ലുന്നത് കേട്ട സ്വാമി ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ഗായത്രി മന്ത്രം ചൊല്ലുന്നത്? അപ്പോ ആ വാഹനം ഓടിച്ച ക്രിസ്ത്യാനി പറഞ്ഞു, ഞാൻ ഒരു ഹിന്ദു ആയിരുന്നു, പക്ഷേ എന്റെ ജാതിയുടെ പിന്നോക്കാവസ്ഥ കാരണം എന്നെ മറ്റാരും വീട്ടിന്റെ പടിക്കലേക്ക് കയറ്റിയിരുന്നില്ല. അങ്ങനെ ഞാൻ മതം മാറി ക്രിസ്ത്യാനിയായി. ഇപ്പോ എനിക്ക് എന്നെ തീണ്ടാപ്പാടകലെ നിർത്തിയിരുന്ന ആ കുടുംബത്ത് ഞാൻ ഇന്ന് കാര്യസ്ഥനാണ്. ഇതെല്ലാം കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണ്. ആ ഭ്രാന്താലയത്തിൽ നിന്ന് കേരളത്തെ തീർത്ഥാലയമാക്കാൻ വേണ്ടിയിട്ട് ഒട്ടേറെ മഹത്തുക്കളുടെ ഒരു പരമ്പര തന്നെ ഇവിടെ അരങ്ങേറിയിരുന്നു. അവരിലൂടെ നവീകരിക്കപ്പെട്ട് പുത്തനാക്കിയാണ് യഥാർത്ഥത്തിൽ സനാതന സംസ്കാരം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ സംസ്കാരത്തെ, അതിന്റെ യഥാർത്ഥ വസ്തുതകളെ, നമ്മളെ കുറ്റം പറയുന്ന ഒട്ടേറെ തെറ്റായ കാര്യങ്ങളുണ്ടെന്ന് ചരിത്ര വസ്തുതകൾ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. കാരണം അതിലൊന്നാണ് ഈ മഹാമാഗത്തിന്റെ രക്ഷാപുരുഷനായിരുന്ന ചേരമാൻ പെരുമാൾ. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മസ്ജിദ് എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് ചേരമാൻ ജുമാ മസ്ജിദിനാണ്, അല്ലെ? അതിനവര് പറയുന്ന ന്യായം, ഈ ചേരമാൻ പെരുമാള് അവസാനം എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു ധർമ്മം സ്വീകരിച്ച് ഭാരതത്തിൽ നിന്ന് പലായനം ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ചരിത്ര വസ്തുതകളെ ഇവിടെയുള്ള മറ്റ് പലരും അതിനെ വളം വെച്ചു കൊടുത്തു. കാരണം ഹിന്ദുവിനെ പറ്റി പറഞ്ഞാൽ ആർക്കും നോവില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ആ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ ചേരമാൻ പെരുമാളുടെ രാജക്ഷേത്രം എന്നറിയപ്പെടുന്ന ആ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ക്ഷേത്രത്തെ മുൻനിർത്തിയായിരുന്നു മഹോദയപുരം എന്ന കേന്ദ്രമാക്കിയിട്ട് ഈ കേരള പ്രദേശം ചേരമാൻ പെരുമാൾ ഭരിച്ചിരുന്നത്. അവസാനം അദ്ദേഹത്തെ, ശിവഭക്തനായിട്ടുള്ള അദ്ദേഹത്തിന് അവിടെ നിന്ന് ഉടലോടുകൂടി സ്വർഗത്തിൽ പോകാനുള്ള അവസരം ഉണ്ടാവുകയാണ്. ഇന്നും അദ്ദേഹത്തിന്റെ ഭരണപ്രദേശങ്ങളുണ്ടായിരുന്ന മധുരയിൽ നിന്നും തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് തമിഴ് ഭക്തന്മാര് വന്നിട്ട് ആടിച്ചോതി എന്ന് പറയുന്ന ഒരു ഉത്സവം, അതായത്
ആ ചേരമാൻ പെരുമാള് ഉടലോടുകൂടി സ്വർഗത്തിൽ പോയ ആ ദിവസം നടക്കുന്ന ഉത്സവം ഇന്നും ആ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. വസ്തുതകൾ എങ്ങനെയായിരിക്കെ ആ ക്ഷേത്രത്തിലെ ചേരമാൻ പെരുമാൾക്കും സുന്ദരമൂർത്തി നായനാർക്കും പ്രതിഷ്ഠയുണ്ട് എന്നിരിക്കെ ഇന്നും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി പറയുന്നു, ഈ ധർമ്മം ശരിയല്ല എന്ന് വിശ്വസിച്ച് ചേരമാൻ പെരുമാൾ മറ്റു ധർമ്മം സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ചേരമാൻ പള്ളി, ആ പേര് പറയുന്ന ചേരമാൻ പള്ളിക്ക് കേരളത്തിലെ ഒരു റവന്യൂ രേഖകളിൽ പോലും ചേരമാൻ പള്ളി എന്നുള്ള പേരില്ല. കിഴക്കേ ജുമാ മസ്ജിദ് എന്നാണ്. പിന്നെ ഇങ്ങനെ ബോർഡിൽ മാത്രം ചേരമാൻ പള്ളി എന്ന പേര് വന്നു? കാരണം ചരിത്രാതീത കാലം മുതൽ തന്നെ ഇവിടെ നമ്മളെ ഭാരതത്തെ ആക്രമിച്ച് ഈ സനാതന ധർമ്മത്തെ നശിപ്പിച്ച മുഴുവൻ ആളുകൾക്കും ഇവിടെ നശിപ്പിക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ സനാതന ധർമ്മത്തെയും അതിന് നെടുന്തൂണുകളായിട്ടുള്ള ക്ഷേത്രങ്ങളെയും ഹിന്ദുക്കളെയുമായിരുന്നു. അതേ അധിനിവേശക്കാരുടെ പ്രേതം ബാധിച്ചവരാണ് ഇന്ന് പല അഭിനവ രാഷ്ട്രീയക്കാരും. അവരും ഇന്ന് പറയുന്നത് ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കുമെന്നുള്ളതാണ്. പക്ഷേ കാലം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. ഈ സനാതന ധർമ്മത്തെ ആരൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അവർ മുഴുവൻ സ്വയം നശിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഏത് കാലഘട്ടം മുതലും നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്തിനേറെ കൊച്ചുകുട്ടിയായിട്ടുള്ള കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി വരെ നടന്ന, അന്ന് രാജാധികാരം കൈയാളിയിരുന്നവർ വരെ. അപ്പൊ സനാതന ധർമ്മം ഇനിയും അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ ഭൂമിയിൽ ജനിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ജന്മലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കവി പാടിയത്, ദയാപൂർവം അമ്പേ മൃഗത്വത്തിലാഴും നരന്മാർക്കു നീയേകി നാരായണത്വം എന്ന്. ഈ ഭൂമിയിൽ ജനിക്കാൻ കഴിയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി എന്നുള്ള. എവിടേക്കാണ് ഈ ഒന്നാവുന്നത്? അത് ഈശ്വരനിലേക്കുള്ള യാത്രയാണെന്ന്. അതാണ് പറയുന്നത്, ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന ബ്രഹ്മാചാര്യ ഹരിനാരായണായ. അല്ലെ, ആ ഓങ്കാരത്തെയാണ് മൂന്നായി പിരിഞ്ഞുകൊണ്ട് ഈ സൃഷ്ടികൾ മുഴുവൻ നടത്തിയത്. ആ സ്രഷ്ടാവിലേക്കാണ് ഈ ഭാരതത്തിൽ ജനിക്കുന്ന ഓരോരുത്തരുടെയും യാത്ര. അവിടെ നമ്മള് നായരെന്നോ നമ്പൂതിരിയെന്നോ ബ്രാഹ്മണനെന്നോ അവർണനെന്നോ സവർണനെന്നോ എന്ന് ഭിന്നിച്ച് മാറി നിൽക്കാതെ നമ്മളിലെല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ ഈശ്വരന്റെ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എപ്പോഴാണോ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഈ സനാതന ധർമ്മത്തിന് വേണ്ടി നമ്മൾ സനാതന ധർമ്മികളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നമ്മൾ ഹിന്ദു നായരല്ല, നമ്പൂതിരിയല്ല, ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനല്ല എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഒറ്റക്കെട്ടായി ഒരേ ആത്മാവാണ്, ഒരേ ജീവനാണ്, നമ്മളൊക്കെ സനാതന ധർമ്മികളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നാം എത്തുന്നത്. ആ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.